ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോട് കാണിക്കാൻ പോകുന്നത് ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ ബർണറിലെ ഫ്ലെയിം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ വെച്ചുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഇതിൻ്റെ മുകളിൽ ഗ്രേറ്റ് എല്ലാം എടുത്ത് മാറ്റി വയ്ക്കാം. നമ്മൾ പുതിയ റേഞ്ച് മേടിക്കുമ്പോൾ അതിൻ്റെ ഫ്ലെയിം എല്ലാം ഒരു മീഡിയം ലെവലിലായിരിക്കും വരുന്നത്. അത് നമ്മൾ വേണം അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് എല്ലാം എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ രണ്ട് സൈഡിലും രണ്ട് സ്ക്രൂ വെച്ച് വരുന്നുണ്ട്. അതെല്ലാം അഴിച്ചു മാറ്റണം. രണ്ട് സൈഡിലെ സ്ക്രൂ അഴിച്ചു മാറ്റിയിട്ട് നമുക്ക് എടുത്ത് മാറ്റാം. എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ലോക്കും കൂടെ അഴിച്ചു മാറ്റണം. അവിടെ ഒരു സ്ക്രൂ ഉള്ളൂ, അത് നമുക്ക് അഴിച്ചു മാറ്റണം. ലോക്ക് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് പയറ്റ് ഊരി വരണം. അത് നമുക്ക് ആ സെറ്റ് ഫുള്ളായിട്ട് നമുക്ക് എടുക്കാം. അവിടെ ലോക്കുണ്ട് അങ്ങേ സൈഡിൽ, അത് അകത്തു നിന്ന് മുകളിലോട്ട് മാറ്റി വെച്ചുകൊണ്ട് വേണം നമുക്ക് പുറകോട്ട് വലിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നോബിൻ്റെ അവിടെ നിന്ന് ഊരി വരും. അത് നമുക്ക് പിക്കിങ് എടുത്താൽ മതി. ചില റേഞ്ചിൽ ഇത് രണ്ട് പീസായിട്ടാണ് വരുന്നത്. ഇതിന് ഒറ്റ പീസായിട്ടാണ് വരുന്നത്. ഫ്രണ്ടും ബാക്കും ഒറ്റ പീസായിട്ടാണ് വരുന്നത്. ഇപ്പം നിങ്ങൾക്കിത് കാണാവുന്നതാണ്. ഇവിടെ പകുതിയാണ് ഒരു സെറ്റ് ചെയ്ത് വെച്ചാണ്. നമുക്ക് ആ സ്ക്രൂ ഒന്ന് ലൂസാക്കിയിട്ട് ആ പ്ലേറ്റ് വലതുവശത്തേക്ക് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ടൈറ്റാക്കി വെച്ചാൽ മതി. ഇതുവരെ നമുക്ക് 3 സെറ്റ് ഇതുവരെ നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് തിരിച്ചു വയ്ക്കാൻ നേരത്തും ലോക്കിലേക്കിട്ട് ആദ്യം കയറ്റരുത്. ഈ സൈഡ് കയറ്റി കഴിഞ്ഞാണ് അപ്പുറ സൈഡ് ലോക്കിലേക്ക് ഇട്ട് വയ്ക്കാവുള്ളൂ. അത് നമുക്ക് പൈലറ്റ് വീണ്ടും കണക്ട് ചെയ്യാം. ഇതുപോലെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ വീണ്ടും പൈലറ്റ് കണക്ട് ചെയ്തിട്ട് ലോക്കൊക്കെ തിരിച്ച് നമുക്ക് ഫിറ്റ് ചെയ്യണം. ലോക്ക് ഫിറ്റ് ചെയ്ത് ജസ്റ്റ് സ്ക്രൂ ചെയ്താൽ മതി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചില കമ്പനിയുടെ ബർണർ വരുമ്പോൾ 6 പീസായിട്ടാണ് വരുന്നത്. നമുക്കിത് 3 പീസായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇതുപോലെ എല്ലാം അഴിച്ചെടുത്ത് പ്ലേറ്റ് മാറ്റി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വീണ്ടും തിരിച്ച് വെക്കണമായിരുന്നു. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രേറ്റ് തിരിച്ച് വയ്ക്കാം. ഇനി നമുക്ക് തീ കത്തിച്ച് നോക്കാവുന്നതാണ്. നമുക്ക് ഇത്രയും ഫ്ലെയിമാണ് മാക്സിമം വരുള്ളൂ. ഈ ഒരു റേഞ്ചിൽ നമുക്ക് തീ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റേഞ്ചിലെ ബർണറിലെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യണത്. ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.